Good morning to all. നമ്മൾ ഇന്ന് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ സെക്കൻഡ് പ്രോബ്ലമാണ് നോക്കുന്നത്. പ്രോബ്ലം ഇതാണ്. ചാന്ദ് ലിമിറ്റഡ് പർച്ചേസ്ഡ് 16,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഓഫ് ഇൻഡ് ലിമിറ്റഡ് ഓൺ 31st March 2020. The following are the balance sheet of both the companies on 31st March 2020. നമുക്ക് അസറ്റ് സൈഡും ലൈബിലിറ്റീസ് സൈഡും തന്നിട്ടുണ്ട്. അസറ്റിൽ വരുന്നത് നോൺ കറണ്ട് അസറ്റ് വരുന്നുണ്ട്. അതിൽ വരുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് 6,50,000 2,05,000. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് 2,20,000. നെക്സ്റ്റ് കറണ്ട് അസറ്റ് ഇൻവെൻട്രി ചാന്ദ് ലിമിറ്റഡിൻ്റെ 60,000 ഇൻഡ് ലിമിറ്റഡിൻ്റെ 80,000 നെക്സ്റ്റ് ട്രേഡ് റിസീവബിൾസ് ചാന്ദ് ലിമിറ്റഡിൻ്റെ 40,000 ഇൻഡ് ലിമിറ്റഡിൻ്റെ 1,00,000 അങ്ങനെ നമ്മുടെ അസറ്റ് സൈഡിൻ്റെ ടോട്ടൽ 9,70,000 ഇൻഡ് ലിമിറ്റഡിൻ്റെ 3,85,000. നെക്സ്റ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഇക്വിറ്റി ക്യാപിറ്റൽ 5 lakh ചാന്ദ് ലിമിറ്റഡിൻ്റെയും 2 lakh ഇൻഡ് ലിമിറ്റഡിൻ്റെയും. അതർ ഇക്വിറ്റിയിൽ 2,50,000. നെക്സ്റ്റ് നോൺ കറണ്ട് ലയബിലിറ്റീസ് 6% ഡിബഞ്ചേഴ്സ് 1 lakh ഇൻഡ് ലിമിറ്റഡിൻ്റെ ഇല്ല. നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റീസ് ട്രേഡ് പേയബിൾ വരുന്നത് 1,70,000 1,35,000. അങ്ങനെ നമ്മുടെ ലയബിലിറ്റിയുടെ ടോട്ടൽ 9,70,000 3,85,000. നമ്മളോട് കാണാൻ പറഞ്ഞേക്കുന്നത് പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2020. ഇവിടെ നമുക്കറിയാം ഇവർ അക്യൂർ ചെയ്തേക്കുന്നത്, അതായത് ചാന്ദ് ലിമിറ്റഡ് ഇൻഡ് ലിമിറ്റഡിനെ അക്യൂർ ചെയ്തേക്കുന്നത് 31st March 2020ക്കാണ്. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് 31st March 2020യുടെയാണ്. അപ്പം നമുക്കറിയാം ഇതിൽ പോസ്റ്റ് അക്വിസിഷൻ ഇല്ല, പ്രീ അക്വിസിഷൻ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. ഇനി നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ മൊത്തം ഏറ്റെടുത്തേക്കുന്നത് 80% ഷെയറാണ് ചാന്ദ് ലിമിറ്റഡ് പർച്ചേസ് ചെയ്തേക്കുന്നത് ഇൻഡ് ലിമിറ്റഡിൻ്റെ 80%. അപ്പം നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാണാനാണ്. അപ്പം നമ്മൾ ആദ്യം മൈനോറിറ്റി കാണാം. അപ്പോൾ 80% പാരൻറ്റ് കമ്പനിയുടെ ആണെങ്കിൽ 20% ആരുടെയാ, 20% ഓഫ് പെയ്ഡപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ 20% എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാ, 2 lakh അല്ലേ. ഈ 2 lakhൻ്റെ 20% എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാം 40,000 ആണ്. 40,000 അതായത് നമ്മുടെ ഇക്വിറ്റി ഷെയർസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2 lakh ആണ്. ഈ 2 lakhൻ്റെ 20% ആണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണാനായിട്ട് എടുക്കുക. 80% ആണ് ഷെയർസ് എടുത്തേക്കുന്നത്, 20% ആണ് നമ്മുടെ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ. അപ്പോൾ ആ എമൗണ്ട് വരുന്നത് 40,000. നെക്സ്റ്റ് വരുന്നത് 20% ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. 20% ഓഫ് നമുക്കറിയാം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ടെന്ന്, അതിൻ്റെ 20% ആർക്ക് തന്നെ കിട്ടും, നമ്മുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റുകാർക്ക് അതിൻ്റെ 20% കിട്ടും. അപ്പോൾ 20% ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 20% ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. നോക്കിയേ പ്രോഫിറ്റ് എത്രയെന്ന് നോക്കിയേ. അതർ ഇക്വിറ്റിയിൽ വരുന്നുണ്ട് പ്രോഫിറ്റ് 50,000. ഈ 50,000ൻ്റെ എത്രയാണ് 20% കാണണം. അപ്പം നമുക്ക് 10,000 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 50,000 കിട്ടും. ഇതാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാം. computation of
കമ്പ്യൂട്ടേഷൻ ഓഫ് ഗുഡ് വിൽ. ഗുഡ് വില്ല് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ ആദ്യം തന്നെ കൺസിഡറേഷൻ പെയ്ഡ് എത്രയാണെന്ന് എഴുതണം. കൺസിഡറേഷൻ പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുക നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. നോക്കിയേ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി ഇന്ത്യ ലിമിറ്റഡ് കണ്ട 2,20,000 2,20,000 ആണ്. അപ്പോൾ കൺസിഡറേഷൻ പേയ്മെൻറ്റ് നടത്തിയേക്കുന്നത് 2,20,000 2 lakh. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്, ലെസ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ. അതായത് 2 lakhൻ്റെ നമ്മൾ പാരൻറ്റ് കമ്പനിയുടെ അത്ര 80% അല്ലേ? അപ്പോൾ 2 lakhൻ്റെ 80% ആണ് നമ്മൾ പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടും 1,60,000. ഇനി നമ്മുടെ 80% ഷെയർ ഇൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാണാം. അപ്പം നമുക്ക് എത്രയാ? 2 lakhൻ്റെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അപ്പം നമ്മുടെ മൊത്തം പ്രോഫിറ്റ് 50,000 ആണ്. ഈ 50,000ൻ്റെ 80% കാണണം. 50,000ൻ്റെ 80% എന്ന് പറയുമ്പോൾ 40,000. അപ്പം നമുക്ക് ടോട്ടൽ കിട്ടുക 2 lakh ആണ്. ടോട്ടൽ 2 lakh ആണ് കിട്ടുക. അപ്പം നമുക്ക് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് 2,20,000 നിന്ന് 2 lakh കുറച്ച് കഴിയുമ്പോൾ 20,000 ആണ് നമ്മുടെ ഗുഡ് വില്ല്. ഈ ഗുഡ് വിൽ കാൽക്കുലേഷൻ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കോളൂ. ഗുഡ് വിൽ ഇവിടെ നമ്മൾ ഗുഡ് വിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ് വില്ല്, ബാർഗെയിൻ പർച്ചേസ് എങ്ങനെയാണ് വന്നതെന്നൊക്കെ പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിക്കോളട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് പോസിറ്റീവാണ്, അപ്പോൾ ഗുഡ് വില്ലാണ്. 20,000 ആണ്. അപ്പോൾ ഗുഡ് വിൽ എമൗണ്ട്. നമുക്കിനി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഇതാണ് നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 March 2020. നമ്മളോട് പ്രോബ്ലത്തിൽ അതാണ് പറഞ്ഞത്, പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 March 2020. അപ്പോൾ നമ്മൾ എഴുതി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 March 2020, പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, എമൗണ്ട്. നമുക്ക് ഫസ്റ്റ് ഐറ്റം വരുന്നത് അസറ്റിൽ വന്ന് ഫസ്റ്റത്തെ നോൺ കറണ്ട് അസറ്റ്. നമുക്കറിയാലോ നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ഇക്വിറ്റിയും അതുപോലെ റിസർവ് ആൻഡ് സർപ്ലസ് മാത്രമേ പാരൻറ്റ് കമ്പനിയുടെ എടുക്കുള്ളൂ. ബാക്കി എടുക്കുമ്പോൾ രണ്ടിൻ്റെയും കൂടി ആഡ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ 6 lakh പ്ലസ് 2,05,000. അപ്പം നമ്മുടെ ടോട്ടൽ കിട്ടുക 8,55,000. ആഡ് ചെയ്ത് എഴുതണം. അത് പാരൻറ്റ് കമ്പനിയുടെയും മൈനോറിറ്റി കമ്പനിയുടെയും രണ്ടിൻ്റെയും കൂടിയും ആഡ് ചെയ്തിട്ട് നമ്മൾ എമൗണ്ട് എഴുതണം. നെക്സ്റ്റ് വന്നത് നോൺ കറണ്ട് അസറ്റ് എന്ന് എഴുതിയിട്ട് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് എഴുതണം. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇതിൻ്റെ എമൗണ്ടാണ് 8,55,000. നെക്സ്റ്റ് നമ്മൾ ഗുഡ് വില്ല് ഓൾറെഡി നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് നോക്കിയേ. ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 20,000. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതണം. 20,000. നെക്സ്റ്റ് വരുന്നത് കറണ്ട് അസറ്റിൽ ആദ്യം വന്നത് ഇൻവെൻട്രിയുടെ എമൗണ്ട് നോക്കിയേ. 60,000ഉം 80,000. 60,000 80,000 കൂടിയും കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 1,40,000 കിട്ടും.
രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതണം. അതുപോലെ തന്നെ ട്രേഡ് റിസീവബിൾസ് ആയാലും രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ട്രേഡ് റിസീവബിൾസ് വന്ന് 1,40,000. അപ്പോൾ കൂട്ടുമ്പോൾ 11,55,000 ആണ് നമ്മുടെ ടോട്ടൽ അസറ്റ് സൈഡ്. ടോട്ടൽ ഇത് മനസ്സിലായ 1,40,000 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 40,000 പ്ലസ് 1,00,000 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. രണ്ട് കമ്പനികളുടെയും കൂടിയും ഈ എമൗണ്ടുകൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടണത്, പാരൻറ്റ് കമ്പനിയുടെയും സബ് കമ്പനിയുടെയും. നെക്സ്റ്റ് വന്നത് ലൈബിലിറ്റി സൈഡാണ്. ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റി. ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റി. ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റിയിൽ ഫസ്റ്റ് ഇക്വിറ്റി ക്യാപിറ്റൽ. ഇക്വിറ്റി ക്യാപിറ്റൽ കണ്ട, നമ്മൾ പറഞ്ഞിരുന്നു ഇക്വിറ്റി ക്യാപിറ്റലൊക്കെ പാരൻറ്റ് കമ്പനിയുടെ എടുക്കുള്ളൂ. ഇക്വിറ്റി ക്യാപിറ്റൽ ആയാലും അതുപോലെ അതർ ഇക്വിറ്റി ഒക്കെ നമ്മൾ ഈ ഇത് മാത്രം എടുക്കുക. അപ്പോൾ ഇക്വിറ്റി പാരൻറ്റ് കമ്പനിയുടെ മാത്രം വരുമ്പോൾ 5 lakh. അതുപോലെ അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞാലും നമ്മൾ ഏതെടുക്കുക? 2 lakh. പാരൻറ്റ് കമ്പനിയുടെ ആയിട്ട് എടുക്കുക 2 lakh. ഇനി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എഴുതണം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്ര കിട്ടിയത് നമുക്ക്? 50,000. ആ എമൗണ്ട് നമ്മളിവിടെ എഴുതണം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 50,000. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ആയിട്ട് നോൺ കറണ്ട് ലൈബിലിറ്റി. നോൺ കറണ്ട് ലൈബിലിറ്റി നോക്കിയേ, 6% ഡിബഞ്ചേഴ്സാണ് 1 lakh. ആ 1 lakh അങ്ങനെ തന്നെ നമ്മൾ എടുത്തതാണ്. നോൺ കറണ്ട് ലൈബിലിറ്റി 1 lakh. ഇനി അടുത്തത് വരുന്നത് ട്രേഡ് പേയബിൾ. ട്രേഡ് പേയബിൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് എമൗണ്ടും കൂടി നമ്മൾ കൂട്ടി എഴുതണം. പാരൻറ്റ് കമ്പനിയും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്ത കമ്പനിയുടെ രണ്ടിനും കൂടി ആഡ് ചെയ്ത് കാണിക്കുക. ട്രേഡ് പേയബിൾ. ട്രേഡ് പേയബിൾ എന്ന് പറയുമ്പോൾ 1,70,000 പ്ലസ് 1,35,000. അപ്പം നമുക്ക് കിട്ടും 3,05,000. അങ്ങനെ നമ്മുടെ ടോട്ടല് ഈ എമൗണ്ടുകളൊക്കെ, അതായത് ലൈബിലിറ്റി സൈഡ് ഫുള്ള് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 11,55,000 കിട്ടും. അങ്ങനെ നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അസറ്റ് സൈഡും ലൈബിലിറ്റി സൈഡും ഈക്വൽ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. ഇതിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇല്ല, ഓൺലി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് മാത്രമേ വന്നുള്ളൂ. കാരണം ഇത് 31 March 2020 ഇത് അക്വയർ ചെയ്തത്. അതുകൊണ്ടാണ് ഇതിൽ പോസ്റ്റ് അക്വിസിഷൻ ഇല്ലാത്തത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ശരി, ഓക്കെ, താങ്ക് യു.